അതെ, നമ്മളിന്നൊരു അയ്യോ നമ്മളിന്നൊരു യഥാർത്ഥ കേരള സ്റ്റോറി കണ്ടു. റവന്യൂ മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ ദുരന്തബാധിയായ ശോഭന ചേച്ചിയുടെ കണ്ണീരണിയുന്ന കാഴ്ചയാണെന്ന് കേരളം കാണുന്നത്. മിനിസ്റ്ററെ മിനിസ്റ്ററെ ചേർത്ത് പിടിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ സർക്കാർ പറഞ്ഞത് പാലിക്കപ്പെട്ടിരിക്കുകയല്ലേ? സർക്കാർ പറഞ്ഞത് പാലിക്കപ്പെട്ടു. ഞാൻ ഇവരുടെ എല്ലാം ഒരു വീട്ടുകാരനായി. ശോഭിത ചേച്ചിയുടെ കരച്ചിലാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ എത്രയോ അമ്മമാരുടെ കരച്ചിൽ നമ്മൾ കണ്ടു. കയ്യിൽ ലഭ്യമായിട്ടുള്ള മോതിരവും വെച്ചിട്ടാണ് ലത ചേച്ചി വന്നത്. അവരുടെ ഭർത്താവിട്ട മോതിരം ഭർത്താവ് നഷ്ടപ്പെട്ടു, അതിനോടൊപ്പം എവിടെയോ പോയി. വളരെ ശ്രമം നടത്തിയിട്ടാണ് നമ്മൾ ഒരിടത്തു നിന്ന് മാനന്തവാടിയിലെ സബ് കളക്ടർ ഓഫീസിൽ നിന്ന് നമുക്കത് കിട്ടിയത്. ഇവിടെ വീട് വന്നതല്ല പ്രശ്നം. അവരാ ദുരന്തമുണ്ടായ നിമിഷം മുതൽ അവരോടൊപ്പം നിൽക്കാൻ ഒരു സർക്കാരും മലയാളവും ഉണ്ടായി. മലയാളത്തിനെ മുഴുവൻ പ്രതിനിധീകരിക്കാൻ, രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ലോക മലയാളത്തിൽ മനുഷ്യത്വമുള്ള മുഴുവൻ പേരും ഒരുമിച്ച് നിന്ന് അവരുടെ വികാരം കൊണ്ടാണ് ഈ നഗരം കെട്ടിപ്പൊക്കിയത്. നഗരം മാത്രമല്ല, വീട് നഷ്ടപ്പെട്ടവരുടെ വാടക, അവർക്കുള്ള മൈക്രോ പ്ലാൻ, അവരുടെ കച്ചവടങ്ങൾക്ക് സഹായം, അവരുടെ കടമെഴുതി തള്ളൽ, അവരുടെ സംരംഭങ്ങൾക്ക് സഹായം, മാസം 300 ദിവസം 300 രൂപ വെച്ചിട്ടുള്ള 9,000 രൂപയുടെ സഹായം, അനന്തമായിട്ടുള്ള ഈ സഹായങ്ങളുടെ നടുവിൽ പലരും പ്രതീക്ഷിക്കാത്ത ഒന്നാണിത്. ഇവിടെ തൂളിപ്പോകുന്ന ഒരു ജനതയുണ്ടാകും എന്നാണ് പലരും വിചാരിച്ചിരുന്നത്. കിട്ടിയ കാശ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് പിന്നെ 760 കോടി രൂപയ്ക്ക് കണക്ക് ചോദിക്കുന്നവർ കരുതിയത് അങ്ങനെ 50 ലക്ഷമോ 1 കോടിയോ ഒരാളുടെ കയ്യിൽ കൊടുത്താൽ ഇത്ര മനോഹരമായിട്ടുള്ളൊരു നഗരത്തിൽ ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു ജീവിതം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നില്ല. ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തി കാണിച്ചു. വയനാട്ടിൽ 65 ഹെക്ടർ ഭൂമി റവന്യൂ വകുപ്പിൻ്റെ കയ്യിലില്ല. റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിലില്ല. പക്ഷെ നമ്മൾ വില കൊടുത്ത് മേടിച്ചു. ശക്തമായിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ് കോടതിയിൽ വ്യവഹാരക്കാരുമായി നടത്തി. അതിൻ്റെ ഒരു അവസാനമാണിത്. അവസാനമല്ല, അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടമാണിത്. ഇവിടെ ഇനി വീടുകൾ മാത്രമല്ല, ഇപ്പം നമ്മൾ ഗ്രീനറി കണ്ടല്ലോ. ഇവിടെ 11.5 കിലോമീറ്റർ റോഡ്, ഇവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പോലെ സ്കൂള്, ഇവിടെ KSFE തന്ന പോലെ ഒരു ആശുപത്രിയുടെ അനക്സ്, ഇവിടെ ലൈബ്രറി, ഇവിടെ മാർക്കറ്റ്, ഇവിടെ അംഗനവാടി, എന്തൊക്കെയാണോ ലോകത്ത് മനുഷ്യന് ആവശ്യമുള്ളത് അതെല്ലാം ഇവിടേക്ക് ചേക്കേറാൻ കഴിയുന്ന മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള പ്രശ്നങ്ങളിൽ വളരെ കൃത്യതയോടും. ഇന്ന് പട്ടയം കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? സാധാരണ ഇവർക്ക് പണം കൊടുത്താൽ ഇവർ മേടിക്കുന്ന ഭൂമിക്ക് ഓരോ ഉറപ്പ് മാർക്ക് നൽകാൻ പറ്റില്ല. ഇത് 7 സെന്റ് ഭൂമി റവന്യൂവിൻ്റെ, നാളെ നിന്റെ എന്നുറപ്പിച്ചേൽപ്പിച്ച് ആ ഭൂമിയുടെ ഉത്തരവാദിത്വം ബർഡൻ ഓഫ് പ്രൂഫ് സർക്കാരിൻ്റെയാണ് എന്ന് പ്രഖ്യാപിച്ച് ആ ഭൂമിക്ക് അടയ്ക്കേണ്ട കരം ഉൾപ്പെടെ അടച്ച്, 3 മാസക്കാലത്ത് ഇലക്ട്രിസിറ്റി ബില്ലടച്ച്, വാട്ടർ കണക്ഷൻ്റെ പണം അടച്ച്, ഇതെല്ലാം കൂടിയാണ് ഇവരെ ഏൽപ്പിക്കുന്നത്. ആത്മനിർവൃതി അല്ലാതെ മറ്റെന്താണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുക? ഒരൊറ്റ ചോദ്യം കൂടി. കാരണം പലതരത്തിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട്, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ റവന്യൂ മന്ത്രിയെ കണ്ട അവരവിടെ ശാന്തരാകും. അതെന്തായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത? അതല്ല, അവര് ചിന്തിക്കുന്നത് പോലെ അവരുടെ കൂട്ടത്തിൽ നിന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ അതുപോലെ ചിന്തിക്കാനും അവരാഗ്രഹിക്കുന്ന വിധത്തിൽ അതിനെ കൊണ്ടുപോകാനും ഒരു ഗവൺമെന്റിന് വേണ്ടിയാണ്. ഞാനൊരു വ്യക്തി എന്ന നിലയിലല്ല, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ ഗവൺമെന്റിലെ ഇക്കാര്യങ്ങൾ നോക്കുന്ന ചുമതലയുള്ള ഒരു മന്ത്രി. അല്ലാതെ എൻ്റെ വലിപ്പവും എൻ്റെ മിടുക്കുമല്ല. ആ ഗവൺമെന്റിന് വേണ്ടി ഞാൻ വർത്തമാനം പറയുന്നു. ആ ഗവൺമെന്റിന്റെ ആശയമാണ് എനിക്ക് പ്രചരിപ്പിക്കാൻ പറ്റുക. ആ ഗവൺമെന്റിന്റെ നിലപാട് എനിക്ക് പറയാൻ പറ്റും. ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഫർണിച്ചറുകളെല്ലാം ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പലരും പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചില വീട്ടുകാർ പറഞ്ഞു, നമുക്ക് ഫ്രഷൊന്നും ആയാലോ മന്ത്രി, ഇത്രയൊക്കെ ആയില്ല, ഇത്ര മനോഹരമായ വീട്ടിലേക്ക് പഴയത് കൊണ്ടുവരണോ? ഞാൻ മുഖ്യമന്ത്രിയോട് ഒരു തവണയേ ചോദിച്ചുള്ളൂ ആ വേദിയിലിരുന്ന്, നമുക്ക് പുതിയത് മേടിച്ചു കൊടുത്താലോ? സി എം അപ്പം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. വേറെ നോട്ടമില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ